പ്രസാദ്, ഇവിടെ ഇത് സത്യം പറഞ്ഞാൽ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ ഒരു 2 ആഴ്ച മുമ്പ് ന്യൂസ് 18 കൊടുത്ത ഒരു അഭിമുഖത്തിൽ, അപർണാകുറിപ്പിന് കൊടുത്ത അഭിമുഖത്തിൽ, ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രാർത്ഥനാഗീതം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് പക്ഷേ ഒരു പശ്ചാത്തലം സുംബയായിരുന്നു ആ പശ്ചാത്തലം. അതിനുശേഷം നോക്കൂ, അതിനുശേഷം ദിവസങ്ങൾ വരുമ്പോഴേക്കും ഈ പറയുന്ന എന്താണ് പഴയ അനാചാരങ്ങൾ സ്കൂളുകളിൽ കൊണ്ടുവരാൻ, ഈ പറയുന്ന ഭക്തി, ഈ പറയുന്ന വിശ്വാസം ഒക്കെ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്ന, പാദപൂജ അടക്കമുള്ള വിവാദങ്ങൾ നമ്മൾ കാണുകയാണ്. മന്ത്രി ഈ സ്കൂളുകൾ ന്യൂട്രലാവണം, ഈ സ്കൂളുകൾ മതേതരമാവണം എന്ന് ഉറച്ചു പറയുന്നത് കൂടുതൽ കൂടുതൽ പ്രസക്തമാവുകയല്ലേ ആ 10 ദിവസം കഴിയുമ്പോൾ? ഇപ്പോൾ ഷാബു ഹാഷ്മി, ഒന്നാമത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് റിലീജിയസ് സെൻസിറ്റിവിറ്റി നിലനിൽക്കുന്ന ഒരു ബഹുസ്വര സമൂഹമാണ്. അങ്ങനെയുള്ള ആ ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് ഈ രീതിയിലുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു അനാവശ്യമായ തീ കോരിയിടുകയാണ് ഈ ശിവൻകുട്ടിയും ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ചെയ്യുന്നത്. അത് അവർ വളരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഹാഷ്മി പറഞ്ഞ പോലെ യാഥാർത്ഥ്യബോധം ഇല്ലാഞ്ഞിട്ടല്ല, കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയാണ് അവർ ഉൾക്കൊള്ളുന്ന. അവരുടെ ആ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നടക്കുന്ന ഈ സർക്കാരിനെതിരെയും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും, സർക്കാരിന് അസ്വസ്ഥമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ചർച്ചകളെ വഴിതിരിച്ചു വിടാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണിത്. അല്ലാതെ ഇത് പ്രായോഗികമായി നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് 100% നിങ്ങൾക്കും അറിയാം. ഞാൻ പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബര കാലത്ത്, അതിനു മുമ്പ് മാറുമറക്കൽ സമരത്തിന് മുമ്പ് നടക്കാൻ പോകുന്നില്ലെന്ന് സാറേ അന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പം താങ്കൾ പറയുന്ന ഏതെങ്കിലും വിഷയം ശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്ന വാദത്തിന് അംഗീകരിക്കാൻ നോക്കൂ. അങ്ങനെയാണെങ്കിൽ കൂടി മന്ത്രി ഒരു നല്ല കാര്യം മുന്നോട്ട് വെക്കുകയല്ലേ, അതിനെല്ലാവരും പിന്തുണ കൊടുക്കണ്ടേ? സ്കൂളുകൾ ന്യൂട്രലാവണം, സ്കൂളുകൾ മതേതരമാകണം, ഈ പറയുന്ന ഏതെങ്കിലും മതനിരാസമല്ല, എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു നല്ല സംസ്കാരം സ്കൂളുകൾ ഉണ്ടാവണം എന്ന് പറയുന്ന നല്ല കാര്യമല്ലേ ശ്രീ ഷാബു പ്രസാദ്? അതിനെ സ്വാഗതം ചെയ്തുകൂടെ? പറയാം. ഇവരുടെ ഇൻറ്റൻഷനാണ് ഹാഷ്മി ഇവിടുത്തെ വിഷയം. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം സർക്കാർ ശമ്പളം കൊടുക്കുന്ന പ്രൈവറ്റ് മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളിലാണെങ്കിൽ അതൊരു പരിധിവരെ പ്രായോഗികമാണ്. അതിൻ്റെ അകത്ത് പറയുന്നതിൻ്റെ അകത്ത് ന്യായമുണ്ട് എന്ന് പറയാം. കാര്യം സർക്കാർ ശമ്പളം കൊടുക്കുമ്പോൾ അത് എല്ലാവരുടെയും പണമാണ്, എൻ്റെയും നിങ്ങളുടെയും പണമാണ്. ഇനിയും വേറൊരു കാര്യമുണ്ട്. ഇവിടെ ആരെങ്കിലും മിണ്ടുവോ, ഒരക്ഷരം മിണ്ടുവോ? ഇവിടുത്തെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന നിയമനം, ആ നിയമനം എങ്ങനെയാണ്? അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാനാണ്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോവുക എന്ന് പറയുന്നത് എല്ലാ വിഷയം പരിഹരിച്ചിട്ടാവാം ഈ വിഷയം എന്ന് പറയാമോ? ഉണ്ട്, പ്രശ്നങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നം പരിഹരിച്ചിട്ടല്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ പറയുന്ന അസന്തുലിതാവസ്ഥ ഒക്കെ തീർത്ത് ഒരു പുരോഗമന ചിന്ത മുന്നോട്ട് വെക്കാം എന്ന് ആലോചിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ, ഈ ദിവസങ്ങളിൽ പാദപൂജയ്ക്കെതിരായ പ്രതിഷേധങ്ങൾ നടക്കുന്ന ദിവസമാണ്. അത് ശുദ്ധമായൊരു മതാചാരം അല്ലെങ്കിൽ അനാചാരം, ഇക്കാലത്ത് അധ്യാപകരുടെ കാല് കഴിപ്പിക്കുക എന്ന പണിക്ക് ഒരു കുറ്റവും ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന സമയമാണിത്. ആ സമയത്ത് കൊടിയ അനീതിയും ഇവിടെയുണ്ട്. അത് നിർത്തലാക്കൂ ഇവർ. അത് സർക്കാരിന് ഒരു നിമിഷം വിചാരിച്ചാൽ പോരെ. ഈ നാട്ടിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന ഈ കൊടിയ അഴിമതിയും കൊടിയ അനീതിയും നിർത്തലാക്കാൻ ഈ സർക്കാരിനല്ല, ഒരു സർക്കാരിന് ഒരു നിമിഷം മതി. അല്ല ശരി, നിയമനങ്ങൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണ്, അങ്ങ് പറയുന്ന വിഷയം എന്താണ്? അത് ചെയ്യാതെ അതിനെപ്പറ്റി മിണ്ടില്ല. അത് ചെയ്തിട്ട് ഇത് പറയാവുന്നുണ്ടോ ഷാബു പ്രസാദ്? അത് പറഞ്ഞിട്ട് ഇത് പറയാവുന്നുണ്ടോ? നോക്കൂ, ഈ ദിവസങ്ങൾ നടക്കുന്നത് പാദപൂജ എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിക്കുക, BJP നേതാവിന്റെയും RSS നേതാവിന്റെയും കാല് കഴിക്കുക. അപ്പൊ ആ കാലത്ത് ഈ ആചാരങ്ങൾ സ്കൂളുകളിൽ വേണ്ട എന്ന് മന്ത്രി പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? അത് കൂടുതൽ കലുഷിതമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എങ്ങനെ കലുഷിതമാകും ഇവർ ശ്രമിക്കുന്നത്? ഈ സമൂഹത്തിനെ കൂടുതൽ വളരെ വലിയ വിഷയം ഇവിടെ ഉണ്ടെന്ന്, വളരെ വലിയ വിഷയം ഇവിടെയുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ കിടക്കുമ്പോൾ ഇതുപോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ സമൂഹത്തിനെ കൂടുതൽ കലുഷിതമാക്കാനാണ് ഇവറ്റകൾ ശ്രമിക്കുന്നത്. കാര്യത്തിനെ പറ്റി ഇവിടെ കോൺഗ്രസ്സുകാരനും മിണ്ടില്ല. കോടികൾ എണ്ണിക്കൊടുത്തുകൊണ്ടാണ് മാനേജ്മെന്റ് സ്കൂളുകളിലും ഇത് നടക്കുന്നത്. നീർക്കുന്നവർ ചോദ്യം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നൊരിടത്ത്, സയന്റിഫിക് ടെമ്പർ വളരേണ്ട ഒരു സ്ഥലത്ത്, അവിടെ മതാചാരങ്ങൾക്കോ മതാനുഷ്ഠാനങ്ങൾക്കോ മതപ്രാർത്ഥനകൾക്കോ പ്രസക്തിയില്ലെന്നും
അത് ഒഴിവാക്കിയുള്ള ഒരു ന്യൂട്രൽ സ്പേസ് ആവണം ഈ പറയുന്ന വിദ്യാഭ്യാസ സ്പേസ് എന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ടോ ഷാഹു പ്രസാദ്? അതിനോട് തത്വത്തിൽ യോജിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് മതി. പക്ഷേ അതല്ല വിഷയം. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവിടെ അപ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. ലോകത്തെല്ലാ സമൂഹങ്ങളിലും നടക്കുന്ന കാര്യമാണത്. എല്ലാ സമൂഹങ്ങളിലുമുള്ള കാര്യമാണ്. എല്ലാ രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ വികസിത രാജ്യങ്ങളിലും നടക്കുന്ന കാര്യമാണ്. ആ രാജ്യത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതുകൂടി അവരിലേക്ക് കൺവേ ചെയ്യാൻ ഇതിനെപ്പറ്റി എന്താ ഹാഷ്മി പറയാനുള്ളത്? ഇവര് നട്ടല് വളയ്ക്കുന്ന കഥ പറഞ്ഞു. ഈ സ്ത്രീ നട്ടല് വളച്ച് കുനിഞ്ഞു നിൽക്കുന്ന ആരുടെ മുമ്പിലാണ്? ഇത് ആരുടെ മുമ്പിലാണ്? ഇതിനെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? കാണുന്നില്ല. ഇത് ഒരു വശത്തുകൂടി ഇതുപോലെ കാണിച്ചിട്ട് മറുവശത്തുകൂടി ഈ വർത്തമാനം പറയുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് പറഞ്ഞത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മാർത്ഥമല്ല എന്ന് മാത്രമല്ല, ഒരാൾ മുഖ്യമന്ത്രിയുടെ കാല് തൊട്ട് വന്ദിച്ചു എന്നതാണ് അങ്ങയുടെ പ്രശ്നമെങ്കിൽ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ പ്രശ്നം എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ അധ്യാപകരെ വിളിച്ചിരുത്തി അവരുടെ കാല് കഴുകുക. ആലോചിച്ച് നോക്കൂ ഷാബു. എല്ലാ അധ്യാപകരും നല്ലവരെന്നാണോ പറയുന്നത്? അങ്ങ് അല്ല, ഈ അധ്യാപകരിൽ പോക്സോ കേസിൽ പ്രതികളുണ്ട്. അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇല്ലേ? ഞാൻ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് വിളിച്ചിരുത്തി കുട്ടികളെ കൊണ്ട് കാല് കഴിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു ശാസ്ത്ര സംഭാവന അങ്ങേക്ക് പറയാവോ? ഒരു വിദ്യാഭ്യാസ സംഭാവന അങ്ങേക്ക് പറയാവോ? ഒന്നുമില്ല. മന്ത്രി പറയുകയാണ് അത് വേണ്ടെന്ന് പറയാണ് മന്ത്രി. അതിനെ എന്താണ് സ്വാഗതം ചെയ്യല്ലേ ചെയ്യേണ്ട ഷാബു? ഇവിടെ അല്ല, ഒരു കാര്യമുണ്ട്. ഗുരുവന്ദനം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ പാരമ്പര്യമാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സംസ്കാരമാണ്. മാതാപിതാക്കളുടെ കാലം നമ്മൾ കഴുകി രക്ഷകർത്താക്കൾക്കോ ഇല്ലാത്ത പരാതിയാണോ നിങ്ങൾക്ക്? മാതാപിതാക്കളെ ഒരു കസേരയിരുത്തി അവരുടെ കാല് കഴുകി അത് തുടച്ച് അത് പൂടുന്നുണ്ടോ നമ്മൾ? വന്ദനം എങ്ങനെ വേണം എന്നുള്ളത് അവരവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ചിലർ തൊട്ട് തൊഴും, ചിലർ പൂവിടും, ചിലർ അത് നിർവചിക്കാൻ നിങ്ങളാരും അല്ല. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ പ്രൊറഗേറ്റീവാണ്. ഇവർ ചെയ്തോളും. അത് വിശ്വാസത്തിന്റെ പ്രൊറഗേറ്റീവാണ്. അത് സ്കൂളിലേക്ക് കൊണ്ടുവരണ്ട എന്നാ മന്ത്രി പറയുന്നത്. അതായത് മാതാപിതാ ഗുരു ദൈവം എന്ന വിശ്വാസത്തിന്റെ തന്നെയാണ്. ആ വിശ്വാസം നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം കൊണ്ട് അവിടെ ഇരുന്നോ. ഷാഹു പ്രസാദ്, ഏത് ദിവസമാണ് വിശ്വാസവും സംസ്കാരവുമാണ്. ഏത് ദിവസമാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിച്ചത്? ഏത് ദിവസമാണ്? ഏത് ദിവസമാണ്? ഞാൻ അതല്ല പറഞ്ഞത്. ഗുരുപൂർണിമയുടെ ദിവസം. ഗുരുപൂർണിമയുടെ സങ്കല്പം എന്താണ്? വ്യാസന്റെ ജന്മദിനം. വ്യാസൻ ആരുടെ ആരാധനാപാത്രമാണ്? വേദവ്യാസന്റെ ജന്മദിനം. വേദവ്യാസനും ഏതെങ്കിലും മതവുമായി ഒരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വേദവ്യാസനും ഏതെങ്കിലും മതവുമായി ഒരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. വേദവ്യാസനെ എവിടെങ്കിലും വേദവ്യാസന്റെ അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വ്യാസനും ഏതെങ്കിലും മതവുമായി ഒരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. വേദവ്യാസനെ പൂജിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഷാഹു പ്രസാദ്, വ്യാസനും ഏതെങ്കിലും മതവും അല്ല. മഹാത്മാഗാന്ധി പോലാണോ വ്യാസൻ? ഗാന്ധി പോലാണോ വ്യാസൻ? രാഷ്ട്രപിതാവ് പോലാണോ വ്യാസൻ? ഈ നാടിന്റെ മഹാനായ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. മഹാത്മാഗാന്ധിയും വ്യാസനും എല്ലാം ഈ രാജ്യത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ മഹത്തായ. ഗാന്ധിയെ എല്ലാ മതവിഭാഗങ്ങളും കാണുന്നത് പോലെയാണോ ഷാഹു പ്രസാദ് വ്യാസനെ എല്ലാ മതവിഭാഗങ്ങളും കാണുന്നതല്ല? അതാണ് പ്രശ്നം. അതാണ് മന്ത്രി പറയുന്നത്. ഇപ്പൊ ശരി, വ്യാസനെ ആരാധിക്കൂ, വ്യാസന്റെ ഓർമ്മയിൽ ഗുരുപൂർണിമ ആചരിക്കൂ, അല്ലെങ്കിൽ വിശ്വാസപ്രകാരം പാദം കഴുകൂ. പക്ഷെ അത് വ്യക്തിപരമായ സ്പേസിൽ അതൊരു പൊതുവിദ്യാലയത്തിൽ കൊണ്ടുവരേണ്ട എന്ന് മന്ത്രി പറയുന്നു. അതുകൊണ്ടാണല്ലോ അതിനെ സ്വാഗതം ചെയ്യേണ്ടത്. അത് മാത്രമൊന്നുമല്ല, ഈ പറഞ്ഞ സൂംബ, ഈ പറഞ്ഞ സമയമാറ്റത്തിൽ ഇടപെടൽ ഒന്നും ഇടപെടണ്ട. ഇത് സെക്കുലർ ആണ്, ക്രെഡൻഷ്യലാണ്, അത് മതി എന്ന് മന്ത്രി പറയുന്നത് നല്ല കാര്യമാണ് അല്ലേ? ഇത് പൊതുവിദ്യാലയത്തിലല്ല. ഓക്കെ, വിദ്യാലയത്തിൽ തന്നെ. ഓക്കെ, ഇത് പൊതുവിദ്യാലയത്തിലല്ല ഹാഷ്മി. ശരി, ഞാൻ രാജു വിദ്യാലയത്തിലല്ല, സർക്കാർ ശമ്പളം കൊടുക്കുന്ന വിദ്യാലയത്തിലല്ല.